ഇന്ന് പഴം കൊണ്ടൊരു ഇലട ഉണ്ടാക്കിയല്ലോ. അപ്പോൾ ദേ മാവ് എടുത്തിട്ടുണ്ട്, തേങ്ങ എടുത്തിട്ടുണ്ട്, ചെറുപഴം എടുത്തിട്ടുണ്ട്, പിന്നെ ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ ഈ ഒരു തേങ്ങയിലേക്ക് ഞാൻ ചെറുപഴം ഒരെണ്ണം എടുത്തുള്ളൂ, അതിങ്ങനെ കുനുകുന അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഏലക്കായും കൂടെ പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു പഴം നന്നായിട്ട് തേങ്ങയായിട്ട് ഇങ്ങനെ കൂട്ടി കുഴച്ച് ഒടിച്ച് കൊടുക്കണം. പഴം അങ്ങനെ ഒടിച്ച് കൊടുത്ത് ഇങ്ങനെ ആക്കി എത്തിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. ശർക്കര ഞാൻ ഇവിടെ പൊടി ശർക്കര ഇട്ടോ മേടിക്കാറ്, കാരണം എനിക്ക് മറ്റേറ്റം മേടിച്ചാൽ പൊടിച്ചൊക്കെ ഇടണ്ടേ, അതൊക്കെ ഭയങ്കര പാടല്ല എനിക്ക്. അതുകൊണ്ട് ഞാൻ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പൊടിയാണ് മേടിച്ചത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി നമ്മളെ മെയിൻ ഐറ്റമായ വാഴല എടുക്കുക, നല്ല ഭംഗിയിലേക്കാണ്. അപ്പോൾ വാഴല എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഈ ഒരു മാവിട്ട് ഇതാക്കിയെടുക്കുക. ഇങ്ങനെ പരത്തി കൊടുക്കുക. ഇങ്ങനെ പരത്താനൊക്കെ എല്ലാവർക്കും അറിയില്ല, പിന്നെ പ്രത്യേകിച്ച് എന്ത് പറയാനല്ലേ. അപ്പോൾ ഇങ്ങനെ പരത്തിയതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ശർക്കര വെച്ചിട്ട് ഈ ഒരു മധുരം വെച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് അടിച്ചു കൊടുക്കാം. ഇത്രയും പണി. അപ്പോൾ ഇത് ഈ വാക്കിയും കൂടി ഞാൻ ചെയ്തെടുക്കട്ടെ. സത്യം പറയുക വെച്ചാൽ ഇന്നലെ ഇലട ഉണ്ടാക്കാൻ വലിയ പ്ലാനൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ പുട്ടിന് കൊഴിച്ചപ്പോൾ ചേട്ടൻ പെട്ടെന്ന് ഓട്ടം വന്നപ്പോൾ കഴിക്കാണ്ട് പോയി. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, കൊഴിച്ച് വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വെച്ചെന്നാൽ പിന്നെ വെറുതെ കളയണ്ട, ഞാനും മൂളത്രയും പുട്ട് കഴിക്കില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ വെള്ളം കൂട്ടി കുറച്ചുകൂടി കൊഴിച്ച് ഫ്രിഡ്ജിൽ വെച്ചു. വൈകിട്ട് ഇലട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പഴവും കൂടെ ഉള്ളപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ പഴവും കൂടെ അങ്ങോട്ട് ചേർത്തു. അപ്പോൾ അതേ സ്റ്റീം കൊള്ളിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. സംഭവം അവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം പിന്നെ ഞാനും അംഗൻവാടി പോയി മോളെ എടുത്തിട്ട് വന്നു. എന്നപ്പോൾ ഇലയുടെയൊക്കെ തുറന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ ഈ ഒരു വെള്ളം കൂടിയിട്ടുണ്ടെന്ന് അറിയില്ല, ഇലയിൽ നിന്ന് വിട്ടു പോരാൻ ഭയങ്കര വിഷമം അതിന്. അപ്പം ഞാൻ കഴിച്ചു നോക്കി, നല്ല പാകത്തിനുള്ള മധുരമൊക്കെ ആയിരുന്നു. ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. പക്ഷെ അവൾക്ക് ഇപ്പം വേണ്ടെന്ന്, കാരണം അവൾ മുട്ടായി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മുട്ടായി കഴിക്കുമ്പോൾ കുട്ടികൾക്ക് എന്ത് കൊടുത്താലും അവർ കഴിക്കത്തില്ലല്ലോ. പക്ഷെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവൾ പിന്നീട് കഴിച്ചു. പിന്നെ മധുരം ഒക്കെ നല്ലതായിരുന്നു, പഴത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.